അസ്സലാമലൈക്കും. അൽഹംദുലില്ലാ. നമ്മൾ സൂറ സജ്ദ ആയ നമ്പർ 15 ആയ നമ്പർ 14 പഠിച്ചും പറയുന്നത്, നിങ്ങൾ ദുനിയയിൽ വെച്ച് എന്നെ എങ്ങനെ മറക്കുന്നു അതേപോലെ നിങ്ങൾ എൻ്റെ മുമ്പിൽ എത്തിക്കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ മറന്നിരിക്കും. ഇനി നിങ്ങൾക്കൊരു രക്ഷയുമില്ല. യു വിൽ ബി ലിവിങ് ഫോർ എവർ ഇൻ ദി ഹെൽ ഫയർ എന്ന് പടച്ചോൻ കഴിഞ്ഞ ആയയിൽ പറയുകയാണ്. ആൻഡ് ഇൻ ദ നെക്സ്റ്റ് ആയ വിച്ച് ഇസ് ആയ നമ്പർ 15 വിച്ച് ഇസ് എൻ ആയ ഓഫ് സുജൂദ്. അപ്പോൾ ഈ ആയ കേട്ട് കഴിഞ്ഞാലോ നിങ്ങൾ റിസൈറ്റ് ചെയ്ത് കഴിഞ്ഞാലോ അതിപ്പോൾ ഈ ക്ലാസ് കഴിയുമ്പോഴും നിങ്ങൾ ഒന്ന് സുജൂദ് ചെയ്യണം. അത് ഞാനും ചെയ്യണം. ദാറ്റ് ഇസ് കമ്പൽസറി. ഓക്കെ, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. ചെറിയൊരു തൊണ്ടയ്ക്ക് പ്രോബ്ലം ഉണ്ട്. ഇന്നമായി മിനു ബി ആയാത്തിന ദേ ഈ ബി ആയാത്തിന ഇൻ അവർ ലീഡ് ഇൻ അവർ സയൻസ് ഇൻ അവർ റെവലേഷൻ. ദേ ഓൺലി ബിലീവ് ഇൻ അവർ റെവലേഷൻസ്. ഓക്കെ, ഇനിയിപ്പോൾ പറയുന്നത് ബിലീവേഴ്സിനെ കുറിച്ചിട്ടാണ് പടച്ചോൻ പറയുന്നത്. ഇത്ര നേരം ഡിസ്ബിലീവേഴ്സിനെ കുറിച്ചിട്ടായിരുന്നു. ഓക്കെ, അല്ലദീന ഇദാ ദുക്കിറു ബിഹ ആൻഡ് ദോസ് when they are reminded, dhukiru, when they were reminded with biha, with our ayat or with our revelation or whatever recitation. Okay, അവരുടെ മുമ്പിൽ എൻ്റെ ഖുറാൻ റിസൈറ്റ് ചെയ്യുമ്പോഴോ റിവീൽ ചെയ്യുമ്പോഴോ അതോ എൻ്റെ ആയാത്തിനെ ലീഡ്സിനെ കുറിച്ചിട്ട് റിമൈൻഡ് ചെയ്യുമ്പോൾ അവരെന്താ ചെയ്യാന്നറിയോ? വഹറു സുജ്ജദൻ, they just fall down on the earth. സുജ്ജദൻ, സുജൂദ് ചെയ്തുകൊണ്ട്. സുബ്ഹാനല്ലാഹ്. ഇവിടെ സുജൂദ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പ്രെയർ തന്നെയാണ്. ഇപ്പോൾ പലപ്പോഴും നമ്മൾ പല സ്ഥലത്ത് റുക്കു സുജു എന്നെല്ലാം ഖുർആനിൽ ഇക്ര കാണുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാം അർത്ഥം പ്രെയർ ചെയ്യുക എന്നുള്ളതാണ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് റുക്കു ഓർ ജസ്റ്റ് സുജൂദ് ഓർ ജസ്റ്റ് റീഡ്. ഓക്കെ, റീഡ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ്, നോട്ട് ജസ്റ്റ് റീഡ് ലൈക്ക് എൻ ഏലിയൻ ലാംഗ്വേജ്. യു ഷുഡ് റീഡ് ഇറ്റ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ്. ദാറ്റ് ഇസ് വാട്ട് ഇക്ര മീൻസ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നിട്ട് അവർ സുജൂദ് ചെയ്തിട്ട് അവരെന്താ ചെയ്യണത്? അവർ ദേ ഡു തസ്ബീ ഓഫ് അല്ലാഹ്. ഓക്കെ, എന്താ ചെയ്യുന്നത്? സബ്ബഹു ആൻഡ് സബ്ബഹു ബിഹംദി റബ്ബിഹിം. ദേ ഡു തസ്ബീ. തസ്ബീ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഡിക്ലെയറിങ് ദാറ്റ് അല്ലാഹ് ഇസ് കംപ്ലീറ്റ് ആൻഡ് ഹി ഹാസ് നോ ഡിഫെക്റ്റ്. ആൻഡ് ഹംദ് എന്ന് പറയുമ്പോൾ അല്ലാഹ് ഇസ് കംപ്ലീറ്റ് ആൻഡ് ഹി മേക്സ് എവറിത്തിങ് കംപ്ലീറ്റ്. അണ്ടർസ്റ്റുഡ്? അപ്പോൾ ഇതെല്ലാം അവർ സുജൂദ് ചെയ്തുകൊണ്ട് ചെയ്യും. വഹും ലാ യസ്തക്ബിറൂൻ ആൻഡ് ദേ വിൽ നെവർ എവർ ബി അറഗൻറ്റ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇതൊക്കെയാണ് പടച്ചോനിൽ വിശ്വാസമുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സുജൂദ് ചെയ്യുക, റുക്കൂ ചെയ്യുക, അല്ലെങ്കിൽ ഇഖ്റ എന്നെല്ലാം ഖുറാനിൽ പല സ്ഥലത്തും കാണുന്നത്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ദാറ്റ്, ഇറ്റ് ഇൻക്ലൂഡ്സ് എ കംപ്ലീറ്റ് പ്രെയർ. ഇഖ്റ റീഡ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു പുസ്തകം റീഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മളത് മനസ്സിലാക്കിയിട്ട് ഇപ്പം അതിൻ്റെ കഥ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും. ബിക്കോസ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ഇറ്റ്. എന്നാലാണ് നമ്മളൊരു പുസ്തകം വായിച്ചെന്ന് പറഞ്ഞാൽ. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ കുറേ ആൽഫബറ്റ്സ് ഇങ്ങനെ വായിച്ചിട്ട് നമ്മൾ ഒരു പുസ്തകം വായിച്ചെന്ന് പറയില്ല. ഓക്കെ, സോ ഇഖ്റ എന്ന് പറയുന്നത്, റീഡ് എന്ന് പറയുന്നത് ഖുറാൻ റീഡ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് ആണ്. അത് മനസ്സിലാക്കി വായിക്കുന്നതാണ് ഇഖ്റ. അല്ലാണ്ട് വെറുതെ ആയാത്ത് ഓതുകയല്ല ഇഖ്റ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ദാറ്റ്സ് വൺ പോയിന്റ്. ഇനി പടച്ചോൻ പറയുകയാണ്, ആ ബിലീവേഴ്സിൻ്റെ ക്വാളിറ്റി പറയുകയാണ്. കോട്ടെ, എക്സ്ട്രാ ക്വാളിറ്റീസ്. സുബ്ഹാനല്ലാഹ്. ഓക്കെ, ഇറ്റ് ഈസ് ലൈക്ക് തത്തജാഫ ജുനൂബുഹു, ദെയർ സൈഡ്സ്. ജുനൂബ് എന്ന് പറഞ്ഞാൽ ദേ സൈഡ്സ്. ഓക്കെ, തത്തജാഫ എന്ന് പറയുമ്പോൾ ദേ വിൽ ഫോർസേക്ക്, ദേ വിൽ ലീവ്. അവരവരുടെ സൈഡ്സ് എന്ന് പറഞ്ഞാൽ ബെഡിൽ രാത്രി കിടന്നുറങ്ങുമ്പോൾ, ചെരിഞ്ഞ് കിടന്നുറങ്ങുകയാണ്, നിവർന്ന് കിടന്നുറങ്ങുകയാണ്, എങ്ങനെയാണെന്ന് വോട്ട് എവർ ഇറ്റ് ഈസ്, ദേ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് ദേ ലീവ് ദെയർ ബെഡ്. എപ്പോഴാണ്? അനിൽ മദാജി. മദാജി എന്ന് പറയുമ്പോൾ ബെഡ് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തത്തജാഫ ജുനൂബുഹും അനിൽ മദാജിഹി. സോ ദേ ലീവ് ദെയർ സൈഡ്സ് അവേ ഫ്രം ദ ബെഡ്സ്, മദാജി. ഓക്കെ, എന്നിട്ട് അവരെന്താ ചെയ്യണേ? യദ്ഊന റബ്ബഹും ഖൗഫൻ. ദേ കോൾ യദ്ഊ റബ്ബഹും, their Lord, ഖൗഫൻ, ഇൻ ഫിയർ. ഓക്കെ, സുബ്ഹാനല്ലാഹ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഫിയർ പടച്ചോനെ എപ്പോഴും പേടിച്ചിരിക്കുന്നതല്ല. ഹീ ഈസ് ലൈക്ക് അവർ പാരൻറ്റ്. നമുക്ക് പാരൻസിനോട് സ്നേഹവും അതേപോലെ തന്നെ പേടിയും അതേപോലെ തന്നെ ബഹുമാനവും എല്ലാം ഇല്ലേ? നമ്മളുടെ ഒരു കോമ്പറ്റീഷൻ. അതാണ് നമ്മൾക്ക് പടച്ചോനോട് തോന്നുന്നത്. അല്ലാണ്ട് പേടിച്ച് വരച്ച് നിൽക്കല്ല. ഹീ ഈസ് മോസ്റ്റ് പാരൻസ് ആർ മോസ്റ്റ് മേഴ്സിഫുൾ, റൈറ്റ്? ലൈക്ക് ദാറ്റ് ഹീ ഈസ് ഓൾസോ ഇൻ എ ഡിഫറെൻറ്റ് ലെവൽ മേഴ്സിഫുൾ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ദേ കോൾ ദെയർ ലോഡ് ഇൻ ഹൗഫ് ആൻഡ് ത്വമഅൻ, ഹോപ്പ്, പ്രതീക്ഷയിൽ. അതാണ് നമ്മളെപ്പോഴും പഠിച്ചുകൊണ്ടോട് ചെയ്യേണ്ടത്. കോൾ അല്ല ഇൻ ഹോപ്പ് ആൻഡ് ഫിയർ. അണ്ടർസ്റ്റുഡ്? ദാറ്റ് ഷുഡ് ബി ദ കോമ്പിനേഷൻ. നോട്ട് ജസ്റ്റ് ഫിയർ, പേടിച്ചിട്ട് നരകത്തി കൊണ്ടുപോകും അതുകൊണ്ട് ഞാൻ ചെയ്യും.
No, 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 not like that. Allah is the most merciful, whatever. And you should have a lot of love and fear and respect and everything to Him. Okay, وَمِمَّا رَزَقْنَاهُمْ يُنْفِقُونَ. And from mimma, from what? From razaqnahum, He has provided them. What do? Yunfikun, they spend. Understood? They donate, they give to other people. Subhanallah. അതാണ് ബിലീവേഴ്സ് ചെയ്യുന്നത്. ആദ്യം പറഞ്ഞത് എന്താണ്? അവർ പടച്ചവനെ കുറിച്ചുള്ള റെസിറ്റേഷൻ റെവലേഷൻ കേൾക്കുമ്പോൾ അവർ ഉടനെ സുജൂദിലേക്ക് പോവും, താങ്കിങ് അല്ലാഹ്. ദാറ്റ് ഇസ് വൺ തിങ്. സെക്കൻഡ് തിങ് ഈസ് ദേ ലീവ് ദെയർ ബെഡ്സ്. ഓക്കെ, ദേ വിൽ ഫോർസേക്ക് ദെയർ ബെഡ് ആൻഡ് ദേ വിൽ യദ്ഊന റബ്ബഹും, ദേ വിൽ കോൾ ദെയർ ലോർഡ് ഇൻ ഫിയർ ആൻഡ് ഹോപ്പ്. പ്രതീക്ഷയിലും അതേപോലെ തന്നെ ചെറിയൊരു പേടിയും കൊതിയും സ്നേഹവും ഒക്കെ ആയിട്ട്. ആൻഡ് ഫ്രം വാട്ട് ദേ ഹാവ്, വാട്ട് Allah has given them, they will spend. Understood? So these are the qualities Allah has said.